ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പിങ്കിയുടെ മനസ്സിൽ കുത്തിത്തിരിപ്പുണ്ടാക്കി വെക്കുകയാണ് ആ ജോലിക്കാരി. അപ്പോൾ ജോലിക്കാരി പറയുകയാണ്, അതെ മനഃപൂർവ്വം മോളെ വിടാതിരുന്നതാണ്. അതായത് ഇവിടുത്തെ ആ മോഹിനിയും അതേപോലെ തന്നെ പവിത്രയും കൂടി നിങ്ങളുടെ ഇടയിൽ ഒരു പാര വെച്ചതാണ്. അല്ലെങ്കിൽ തന്നെ ആ കറക്റ്റ് പോകുന്ന സമയത്ത് തന്നെ എങ്ങനെ ഇങ്ങനെയൊക്കെ സംഭവിച്ചു. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് പിങ്കിയാണെങ്കിൽ അല്ല, ഞാൻ പോകാതിരുന്നത് വേറൊന്നും കൊണ്ടല്ല, ഞാൻ പോകാതിരുന്നത് സുമംഗലപ്പച്ചിക്ക് സുഖമില്ലെന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ്. ആഹാ, സുമംഗലപ്പച്ചിക്ക് സുഖമില്ലെങ്കിൽ ഏതെങ്കിലും ഡോക്ടറെ കാണണം, ഹോസ്പിറ്റലിൽ പോകണം, അല്ലാതെ ജോലിക്കാരിയായിട്ട് മോളെ വിളിക്കണതാണോ വേണ്ടത്? ഇത് കേട്ട ലക്ഷ്മിയാണെങ്കിൽ നിങ്ങളൊന്നും മിണ്ടാതിരി, സുമംഗല ഒറ്റക്കല്ല താമസിക്കുന്നത്, ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കൊടുക്കാനും ആശുപത്രി കൊണ്ടുപോകാനൊക്കെ അവിടെ ആരെങ്കിലും ഉണ്ടോ? അതുകൊണ്ടാണ് പിങ്കി മോളെ വിളിച്ചത് എന്ന് സംസാരിച്ചു കഴിഞ്ഞപ്പോഴേക്കും ശരി ആയിക്കോട്ടെ, അവർ ചിലപ്പോൾ അതെ കള്ളക്കളി കളിച്ചതാണെങ്കിലോ, ഞാൻ ഇതേപോലെയൊക്കെ തന്നെയായിരുന്നു. എൻ്റെ മകനും മരുമോളും കൂടി ഏതെങ്കിലും ഒരു സിനിമക്ക് പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അടുക്കളയിൽ ചെന്ന് വലിയൊരു കലം എടുത്ത് താഴേക്ക് അങ്ങോട്ട് ഇടും. എന്നിട്ട് അവിടെ ചടഞ്ഞു കൂടി ഇരുന്നിട്ട് അയ്യോ എൻ്റെ നടുവ് പോയേ, ഞാൻ വീണേ എന്നും പറഞ്ഞുകൊണ്ട് ഒച്ചത്തിൽ അങ്ങോട്ട് കരയും. ഇവ രണ്ടുപേരും കൂടി എൻ്റെ അടുത്ത് ഓടി വരികയും ചെയ്യും, എനിക്ക് വേണ്ടിയുള്ള ചികിത്സ മുഴുവനും ചെയ്യുകയും ചെയ്യും. അതിനുശേഷം സിനിമയുടെ ടൈമൊക്കെ കഴിഞ്ഞെന്ന് ഞാൻ അറിഞ്ഞു കഴിഞ്ഞാലേ എൻ്റെ അസുഖവും മാറി, എല്ലാം മാറി. ഇത് കേട്ട ലക്ഷ്മി, നിങ്ങൾ അങ്ങനെ ആയിരിക്കും, പക്ഷേ സുമംഗല അങ്ങനെയല്ല, മനസ്സിൽ കുശുമ്പും കുന്നായ്മയും വെച്ച് നടക്കുന്ന ഒരാളല്ല. ആയിക്കോട്ടെ, അങ്ങനെ തന്നെ ആയിക്കോട്ടെ, സുമംഗല നല്ലൊരു സ്ത്രീ തന്നെയാണ്. പക്ഷേ ഈ സമയത്ത് എന്തുകൊണ്ട് സുമംഗലയെ കൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യിപ്പിച്ചു? ആര് ചെയ്യിപ്പിച്ചു എന്ന്? അത് മറ്റാരുമല്ല, ദേ ഇവിടുത്തെ മോഹിനിയും അതേപോലെ തന്നെ പവിത്രയും കൂടി ഇതെല്ലാം ചെയ്യിപ്പിച്ചതാണ്. പിങ്കി ഇവിടെ രാജ്ഞിയായിട്ട് വാഴുന്നതൊന്നും അവർക്ക് തീരെ ഇഷ്ടമില്ലാത്ത കാര്യമാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഇവർക്ക് രണ്ടുപേർക്കും കലി വരികയാണ്. നിങ്ങളിങ്ങനെ കുശുമ്പും കുന്നായ്മയൊന്നും പറഞ്ഞു നിൽക്കാതെ നിങ്ങളുടെ ജോലി പോയി നോക്കിക്കണ്ടേന്ന് പറഞ്ഞുകൊണ്ട് ലക്ഷ്മി അവിടെ നിന്ന് എണീറ്റ് പോവുക. അപ്പോൾ ലക്ഷ്മി എണീറ്റ് പോയി കഴിഞ്ഞപ്പോഴേക്കും വീണ്ടും ഈ ജോലിക്കാരിയെ മോളെ ഈ ജ്യൂസ് കുടിക്കും, എനിക്ക് വേണ്ടെന്നല്ലേ പറഞ്ഞാൽ, വേണ്ടെങ്കിൽ വേണ്ട ഞാൻ കുടിച്ചോളാം അതെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് വലിച്ചു കുടിച്ചിട്ട് ഇപ്പോഴാണ് ഒരു സമാധാനമായത്. എന്തായാലും മോളെ സൂക്ഷിക്കണം, മോളുടെ ജീവിതം തകർക്കാനാണ് അവരുടെ തീരുമാനം കേട്ടോ, അതുകൊണ്ട് സൂക്ഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇവരവിടെ നിന്ന് പോവുകയും ചെയ്യാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഗൗതവും നന്ദുമോനും കൂടി ചേർന്ന് നന്ദയുടെ വീട്ടിലെത്തിയിരിക്കുക. ആ സമയത്ത് ഗൗരിമോൾ ഓടി വരികയാണ്. ഹായ് നന്ദുവിൻ്റെ പപ്പയും വന്നല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നന്ദുവിനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഗൗരിമോൾക്ക് ഭയങ്കര സന്തോഷം തോന്നുകയാണ്. ഗൗതത്തിനും അതേപോലെ തന്നെ ഗൗരിമോളെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും സന്തോഷം തോന്നുകയാണ്. വാ രണ്ടുപേരും അകത്തേക്ക് കയറി വാ അങ്കിളെ, പിന്നെ എനിക്ക് നന്ദുവിനെ മാത്രമായിട്ടൊന്ന് വിട്ടു തരണേ, ഞങ്ങൾക്ക് കുറേ കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട്, കുറേ വിശേഷങ്ങളൊക്കെ ചോദിക്കാനുണ്ട് കേട്ടോ അങ്കിളെ. ഇത് കിട്ടുന്നപ്പോഴേക്ക് പിന്നെന്താ, ആദ്യേ ഡോക്ടർ ആൻറ്റിയെ വിളിക്കുക, ഡോക്ടർ ആൻറ്റിയെ വിളിച്ചിട്ട് ഞാൻ ഡോക്ടർ ആൻറ്റിയോട് സംസാരിച്ചോളാം, നിങ്ങൾ പോയി നിങ്ങളുടെ കാര്യങ്ങൾ സംസാരിച്ചോ ശരി എന്ന് പറഞ്ഞുകൊണ്ട് അമ്മയെന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കുകയാണ് ഗൗരിമോള്. അപ്പോൾ ഗൗരിമോളിങ്ങനെ വിളിച്ചത് നന്ദ ഓടി വരിക ചിരിച്ചുകൊണ്ട് ഓടി വന്ന് നേരെ നോക്കിയത് ഗൗതത്തിൻ്റെ മുഖത്തായിരുന്നു. ഗൗതവും ഷോക്കായി, അതേപോലെ തന്നെ നന്ദയും ഷോക്കായിട്ട് വല്ലാത്തൊരവസ്ഥയിൽ അങ്ങനെ തന്നെ നിന്നു പോവുകയാണ്. പക്ഷേ ഗൗതം നന്ദയെ കണ്ടപ്പോൾ തന്നെ മനസ്സിലെ പല ചിന്തകൾ ഓടിക്കയറുകയാണ്. അതേപോലെ തന്നെ നന്ദ ഓടി വന്ന് ഗൗതത്തെ അങ്ങോട്ട് കെട്ടിപ്പിടിക്കുകയാണ്, എൻ്റെ ഗൗതം സാർ എന്നും പറഞ്ഞുകൊണ്ട്. അപ്പോൾ നമ്മുടെ ഗൗതവും ചോദിക്കുക, നന്ദ അപ്പോൾ നീ ജീവിച്ചിരിക്കുന്നുണ്ടായിരുന്നല്ലേ, നീ മരിച്ചെന്ന് വിചാരിച്ച് ജീവിക്കുമായിരുന്നു ഞാൻ നന്ദ, പക്ഷേ നീ ജീവിച്ചിരിക്കുന്നുള്ള കാര്യം എനിക്കറിയില്ലായിരുന്നു നന്ദ. അപ്പോൾ നമ്മുടെ നന്ദയും പറയാണ്, ഗൗതം സാർ എന്നാലും ഗൗതം സാർ ഒന്ന് അന്വേഷിക്കായിരുന്നല്ലോ, എന്നെക്കുറിച്ചൊന്ന് അന്വേഷിക്കായിരുന്നല്ലോ, നീയും ജീവിച്ചിരിക്കുന്നുണ്ടായിരുന്നല്ലോ, എന്നെക്കുറിച്ച് എപ്പോഴെങ്കിലും നീ അന്വേഷിച്ചായിരുന്നോ നന്ദ? നീ എന്തുകൊണ്ട് എന്നെ അന്വേഷിച്ചില്ല? ഞാൻ മനസ്സുരുകിയാണ് ഇവിടെ ജീവിച്ചത് നന്ദ, പക്ഷേ ഗൗതം സാർ ഒരു പോലീസ് ഓഫീസറല്ലേ, എന്നെ കണ്ടെത്താനായിട്ട് വലിയ പ്രയാസമൊന്നും ഉണ്ടാവില്ലല്ലോ, എന്നെ കണ്ടെത്താറുന്നില്ലേ ഗൗതം സാർ എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടുപേരും ഇങ്ങനെ സംസാരിച്ച് ഭയങ്കര സ്നേഹത്തോടെ. പക്ഷേ അതെല്ലാം ഗൗതം അവിടെ നിന്ന് ആലോചിച്ച കാര്യങ്ങളാ. നന്ദയ്ക്ക് അപ്പോഴും ഷോക്ക് മാറിയിട്ടില്ല, നന്ദ ഗൗതത്തെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഗൗരിമോള് നന്ദയുടെ അടുത്തേക്ക് ചെന്നിട്ട് അമ്മ എന്താ സ്വപ്ന ലോകത്താണോ അമ്മേ എന്ന് ചോദിക്കുക. അപ്പോൾ പെട്ടെന്ന് ഗൗതം ഞെട്ടിപ്പോവുകയാണ്. നമ്മുടെ ഗൗരിമോള് നന്ദയെ അമ്മയെന്നല്ലേ വിളിച്ചത്, ദൈവമേ, അപ്പോൾ ഗൗരിമോള് നന്ദയുടെ മകളാണോ? അതെങ്ങനെ സാധ്യമാകും എന്നൊക്കെ ചോദിക്കുക. അപ്പോൾ നമ്മുടെ നന്ദുമോനും ഗൗതത്തിൻ്റെ അടുത്ത് വന്നിട്ട്, പപ്പ എന്താ പപ്പ ഒന്നും മിണ്ടാതിരിക്കുന്നത്, നിങ്ങൾ രണ്ടുപേരും എന്തെങ്കിലും ഷോക്കായിട്ട് നിൽക്കുന്നത്? അപ്പോൾ
നന്ദയും മനസ്സിന്തിക്കുകയാണ്. ഓ, അപ്പോൾ ഗൗതത്തിൻ്റെ കുഞ്ഞാണ് നന്ദു അല്ലേ? ഞാൻ പോയെങ്കിലെന്ത്, ഗൗതം സാറ് വീണ്ടും ഒരു പുതിയ ജീവിതം ആരംഭിച്ചു. അതിൻ്റെ ഒരു ഇതാണല്ലോ നന്ദുമോൻ എന്ന് പറയുന്ന ഈ കുട്ടി. അപ്പോൾ എന്നെക്കുറിച്ചുള്ള ഒരു ചിന്തയും ഇല്ല. എന്നെ അവിടെ നിന്ന് ആട്ടിപ്പുറത്താക്കിയതല്ലേ ഗൗതം സാർ എന്നിങ്ങനെ മനസ്സിലിന്തിക്കുക. അപ്പോൾ നമ്മുടെ ഗൗരിമോളും നന്ദുമോനും കൂടി നേരെ ഗൗതത്തിൻ്റെ അടുത്ത് വന്നിട്ട്, എന്താണ് അങ്കിളെ, അങ്കിൾ എന്താ നോക്കി നിൽക്കുന്നത്, അങ്കിൾ കയറി വാ പപ്പ, വാ പപ്പ, നമുക്ക് അകത്തേക്ക് കയറി ഇരിക്കാം പപ്പ. അങ്ങനെ ഗൗതം നന്ദുമോൻ എടുക്കുകയാണ്. വാ മോനെ നമുക്ക് പോകാം. പോകാനോ? എങ്ങോട്ട്? അപ്പോൾ ഗൗരിമോള് കരയാ. അങ്കിളെ പോവല്ലേ അങ്കിളെ, അമ്മേ ദേ അങ്കിള് പോകുന്നു, അങ്കിളെ വിളിക്കമ്മേ. പക്ഷേ നന്ദയ്ക്ക് ഒരു കുലുക്കൂല. നന്ദ ഒന്നും മിണ്ടാതെ ഇങ്ങനെ ഇരിക്കുക. ഗൗതത്തിന് അരിശം വന്നിട്ട് ഗൗരിമോള് പറയുന്നത് പോലെ ഒന്നും കേൾക്കാതെ അവിടെ നിന്ന് പോവാണ് നന്ദുമോനെയും കൊണ്ട്. ഗൗരിമോൾക്ക് ആകെ സങ്കടം തോന്നി. അപ്പോൾ ഗൗരിമോള് വീണ്ടും നന്ദയോട് പറയണം, അമ്മ ഒന്ന് വിളിക്കാമേ, ദേ നന്ദുമോനെയും കൊണ്ട് പോകുന്നു, അതെ അങ്കിള് പോകുന്നു, ഒന്ന് വിളിക്കാമേ. പക്ഷേ നന്ദ അതൊന്നും കേൾക്കാനായിട്ട് തയ്യാറായില്ല. അങ്ങനെ ഈ നന്ദുമോനെയും കൊണ്ട് വണ്ടിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. പപ്പയ്ക്ക് ഇത് എന്താ പറ്റിയത് പപ്പ എന്തിനാണ് അരിശപ്പെട്ട് അവിടെ നിന്ന് പോകുന്നത്? മിണ്ടി പോകരുത്, നീ മിണ്ടാതിരിക്കുന്നുണ്ടോ? അതിന് പപ്പ എന്തിനാ എന്നോട് അരിശപ്പെടുന്നത്? നമ്മൾ ഡോക്ടറെ കാണാനും ചികിത്സിക്കാനും വേണ്ടിയല്ലേ വന്നത്. എൻ്റെ കാല് സുഖപ്പെടുത്താൻ വേണ്ടിയല്ലേ ഡോക്ടറാൻറ്റിയെ കാണാൻ വേണ്ടി വന്നത്. പിന്നെന്താ പപ്പ പോയി കളഞ്ഞത്? പപ്പയ്ക്ക് അവിടെ നിൽക്കാമായിരുന്നല്ലോ. എന്താ പപ്പ എന്ന് ചോദിച്ചപ്പോഴേക്കും, വേണ്ട, ഏതായാലും ഈ ഡോക്ടറാൻറ്റിയെ കണ്ട് നമ്മൾ കാല് ചികിത്സിക്കുന്നില്ല. ഇതിനേക്കാളും നല്ലൊരു ഡോക്ടറെ ഞാൻ കാണിച്ചു തരും. ആ ഡോക്ടറിൻ്റെ അടുത്ത് പോയി കാൽ ചികിത്സിച്ചാൽ മതി. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും, ഇല്ല പപ്പ, എനിക്ക് ഈ ഡോക്ടർ ആൻറ്റി തന്നെ മതി. ഈ ഡോക്ടർ ആൻറ്റി എൻ്റെ കാല് നോക്കിയാൽ മതി, വേറെ ആരും നോക്കണ്ട. ഞാൻ പറയുന്നത് നീ അങ്ങോട്ട് കേട്ടാൽ മതി. നീ പറയുന്ന കാര്യങ്ങൾ കേൾക്കേണ്ട ആവശ്യം എനിക്കില്ല. പപ്പ, എന്താ പപ്പ, എനിക്ക് ഈ ഡോക്ടർ ആൻറ്റി മാത്രം മതി, വേറെ ആരെയും കാണണ്ട. നീ എന്ത് പിടിവാശി വേണമെങ്കിലും പിടിച്ചോ, അതൊന്നും എനിക്കറിയേണ്ട ആവശ്യമില്ല. പക്ഷേ ഞാൻ പറയുന്ന കാര്യങ്ങളെ നടക്കുള്ളൂ. നമ്മൾ ഏതായാലും റൂമിലേക്ക് പോവുകയാണ്, ഇനി അങ്ങോട്ട് പോകുന്ന പ്രശ്നമില്ല എന്നും പറഞ്ഞുകൊണ്ട് നന്ദുമോനെ ഒരുപാട് ചീത്ത പറയുകയാണ് ഗൗതം. നന്ദുമോനാണെങ്കിൽ ഭയങ്കര സങ്കടം സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ്. അങ്ങനെ നമ്മുടെ നന്ദയും കാണിക്കുകയാണ്. അപ്പം നന്ദയാണെങ്കിൽ ആകെ സങ്കടപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥ. അപ്പോൾ ഗൗരിമോള് വന്നിട്ട്, എന്താ അമ്മ എന്ത് പരിപാടിയാണ് കാണിച്ച അമ്മേ? അങ്കിൾ നന്ദുമോനെയും കൊണ്ട് വന്നതല്ലേ, എന്നിട്ട് അവരോടൊന്ന് കയറി ഇരിക്കാൻ പോലും പറഞ്ഞില്ലല്ലോ. അപ്പോൾ ജോലിക്കാർ ചോദിക്കണം, എന്താ അങ്ങനെ പോകാനുള്ള കാരണം? അവരെന്താ മുഖത്തടിച്ചതുപോലെ പോയത്? ഇതിൻ്റെയൊക്കെ വല്ല കാര്യം ഉണ്ടായിരുന്നോ? ഞാൻ എന്തോരം കഷ്ടപ്പെട്ടാണ് ഇതെല്ലാം ഒരുക്കി ഒക്കെ വെച്ചതെന്നറിയാവോ? ഇത് കേട്ട് നന്ദിയുടെ, നിങ്ങളോട് ആരാ പറഞ്ഞ് പെറുക്കി വെക്കാനായിട്ട്? ഒരാൾ വരുന്നെന്ന് അറിഞ്ഞു കഴിയുമ്പോഴത്തേക്കും നിങ്ങളോട് ചമഞ്ഞ് ഒരുങ്ങി നിൽക്കാനായിട്ട് എല്ലാവരും പറഞ്ഞോ? ആഹാ, ഇത് കൊള്ളാലോ, ഇപ്പം എൻ്റെ മേലും മെക്കിട്ട് കയറുകയാണോ? പിന്നെ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾ ഇടപെടേണ്ടെന്ന് ഞാൻ പറഞ്ഞു. ആഹാ, നിങ്ങൾ കൂടുതൽ കൊച്ചമ്മ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, കൂടുതൽ എന്നെ കൊണ്ട് പറയിപ്പിക്കാൻ നിൽക്കരുത് എന്ന് ജോലിക്കാരി നന്ദയുടെ മുഖത്ത് നോക്കി തന്നെ പറയുക. ഇന്ന് നന്ദയ്ക്കും വല്ലാത്തൊരു ഷോക്കായിപ്പോയി. അപ്പോൾ നമ്മുടെ ഗൗരിമോള് വീണ്ടും സംസാരിക്കുകയാണ്. പപ്പയ്യ പോണെന്നും പറഞ്ഞുകൊണ്ട് നന്ദുമോനെ വിളിച്ചുകൊണ്ട് ഇറങ്ങിപ്പോയത്. എന്താ കാരണം, ഏത് കാരണം എന്നൊന്നും അറിയില്ല. പക്ഷേ അമ്മ തിരിച്ച് വിളിച്ചു പോലുമില്ല. അതെന്താ ഡോക്ടറെ, വിളിക്കായിരുന്നില്ലേ? എന്തിനാണ് അവരെ പറഞ്ഞു വിട്ടത്? ആ കൊച്ചിനെ ചികിത്സിക്കാനല്ലേ വന്നത്. ഇപ്പം മോൾക്കത് വല്ലാത്തൊരു സങ്കടമായില്ലേ? സങ്കടമായെങ്കിൽ ആവട്ടെ, അതിനിപ്പം നിങ്ങൾക്ക് എന്താന്ന്? വലിയ തമ്പുരാട്ടി ചമയല്ലേ എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ നന്ദ ഭയങ്കരമായിട്ടും കരയുക. അപ്പം നന്ദ ഇങ്ങനെ കരയുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ജോലിക്കാരി വീണ്ടും ചോദിക്കുകയാണ്, അയ്യോ ഡോക്ടറെ, നന്ദ ഡോക്ടറെ എന്ത് പറ്റി? എന്താ ഇവിടെ സംഭവിച്ചത്? എന്താ കാരണം? ഒന്നും സംഭവിച്ചില്ല, നിങ്ങളൊന്നും മിണ്ടാതിരിക്കുക. അപ്പം ഗൗരിമോള് വീണ്ടും പറയാ, അമ്മയ്ക്ക് എന്താ പറ്റിയത് അമ്മേ? പപ്പ അത്രയ്ക്ക് സങ്കടപ്പെട്ടല്ലേ പോയത്? പപ്പയോ? അല്ല, നന്ദുമോൻ്റെ പപ്പയാണല്ലോ. പപ്പയൊന്ന് വിളിച്ചിരുന്നേ. അമ്മ ഇങ്ങോട്ട് ഫോൺ തന്നെ, ഞാൻ വിളിച്ചോളാം. നീ ആരെയും വിളിക്കാനായിട്ട് പോകുന്നില്ല. ഞാൻ അവഗണിച്ച ഒരാളെ നീ എന്തിനാ വിളിക്കാനായിട്ട് പോകുന്നത്? അതിൻ്റെ കാര്യമില്ല എന്ന് പറയുക. അപ്പോൾ വരുന്നു നിർമ്മൽ കയറി. അപ്പോൾ നിർമ്മൽ പറയണം, ആഹാ, ഇതെവിടെ? ഗൗരിമോളുടെ കൂട്ടുകാരനും പപ്പയൊക്കെ എവിടെ? പക്ഷെ ഗൗരിമോള് സങ്കടപ്പെട്ട് അകത്തേക്ക് കയറി പോവുകയും ചെയ്തു. ഞാൻ അവരെ കാണാൻ വേണ്ടി ഓടി വന്നാണല്ലോ നന്ദ, എന്തു പറ്റി നന്ദ? അപ്പോൾ ജോലിക്കാരിയാണെങ്കിൽ അവർ പോയി വന്ന പോലെ തന്നെ പോയെന്നോ? അതെന്താ പോകാനുള്ള കാരണം? അങ്ങനെ പോകാനുള്ള കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും, ഏതായാലും ഗൗരിമോളെ പോയി ഒന്ന് വിളിച്ചുകൊണ്ട് വാ നളിനി ചേച്ചി. അപ്പോൾ നളിനി അകത്തേക്ക് കയറി പോവുകയാണ്. എന്താ നന്ദ, എന്താ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും, ഇവിടെ വന്നത് ആരാണെന്ന് അറിയാവോ? നന്ദുവിൻ്റെ പപ്പ ആരാണെന്ന് അറിയാവോ? ആരാ? നിർമ്മലിനറിയാം. എനിക്കറിയാവോ? അയ്യോ, എനിക്കറിയാവുന്ന ആരാണ്? പക്ഷേ
അയാളിവിടെ വന്നപ്പോൾ അയാൾ വിചാരിച്ചില്ല ഗൗരിമോളുടെ അമ്മ ഞാനായിരിക്കുമെന്ന്. എനിക്കും അറിയില്ലായിരുന്നു നന്ദുമോൻ്റെ പപ്പ അയാളായിരിക്കുമെന്ന്. ഷേ, എന്താ നന്ദ ഇത്? അയാൾ ഇയാളെന്നൊക്കെ പറയാതെ ആരാ വന്നെന്നൊന്ന് പറ. മറ്റാരുമല്ല, ഗൗതം സാർ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് നിർമ്മല ഞെട്ടിപ്പോവുകയാണ്. എന്താ പറഞ്ഞത്? അതെ, ഗൗതം സാർ. ഹിന്ദി വരത്തിലെ ഗൗതം IPS എന്നിങ്ങനെ പറയുക. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നിർമ്മലിനൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥ. ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടോ എൻ്റെ അടുത്ത്? ഇപ്പോൾ എന്തുകൊണ്ടാണ് നന്ദുവിൻ്റെ പപ്പയും കൂടി ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയതിൻ്റെ കാരണം ഞാൻ ഇനി വിശദീകരിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ നിർമ്മലിനോട്. അങ്ങനെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ നന്ദ അകത്ത് കയറി പോവുക. നിർമ്മൽ അത് വല്ലാത്തൊരു ഷോക്കായിപ്പോയി. പിന്നീട് കാണിക്കുന്നത് ഗൗതവും മോനും കൂടി നേരെ ആ റൂമിലേക്ക് വന്നിരിക്കുക. മോനെ നീ ഡ്രസ്സ് മാറ്, എന്നിട്ട് നമുക്ക് വല്ലതും കഴിക്കാം. വേണ്ട, പപ്പ എന്നോട് മിണ്ടണ്ട, എന്നോട് സംസാരിക്കണ്ട. ഡോക്ടർ ആൻറ്റിയുടെ വീട്ടിൽ കയറാതെ പോലും പപ്പയും കൂടെ വന്നല്ലേ, എന്നോട് മിണ്ടണ്ടെന്ന് പറഞ്ഞാൽ മിണ്ടണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കൊച്ചാണെങ്കിൽ വടക്കിട്ട് അവിടെ പോയി കിടക്കുക. അപ്പോൾ ഗൗതത്തിനാകെ സങ്കടം തോന്നി. അപ്പോൾ ഗൗതം സ്വയം കണ്ണാടി നോക്കിയിട്ട് പറയാ, നന്ദ നീ ജീവിച്ചിരിക്കുന്നുണ്ടായിരുന്നല്ലേ, നീ മരിച്ചെന്ന് വിചാരിച്ചാണ് ഞാൻ ഇത്രയും നാൾ ഉരുകി ജീവിച്ചത്. ആ ജീവിതത്തിൽ നിന്നും എൻ്റെ ആ ഉരുക്കത്തിൽ നിന്നും പോകാൻ വേണ്ടിയാ പിങ്കിയെയും ഈ കുഞ്ഞിനെയും ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാക്കിയത്. നീ ജീവിച്ചിരിക്കുന്നുണ്ടായിരുന്നെങ്കിൽ എന്നെക്കുറിച്ചൊന്ന് അന്വേഷിക്കായിരുന്നു. നീ അന്വേഷിച്ചില്ല. പക്ഷേ ഗൗരിമോള് നിന്നെ അമ്മയെന്ന് വിളിക്കുന്നു. അതെങ്ങനെ സാധ്യമാകും? നിനക്ക് പ്രസവിക്കാൻ കഴിയില്ലല്ലോ, നിനക്കൊരു അമ്മയാകാൻ പറ്റില്ലല്ലോ എന്ന് ഡോക്ടർ വിധി എഴുതിയല്ലേ. പിന്നെ ഗൗരിമോള് നിന്നെ എങ്ങനെ അമ്മയെന്ന് വിളിക്കും? ഇനിയിപ്പോൾ ഈ കുഞ്ഞിനെ പോലെ തന്നെ ആ കുഞ്ഞിനെയും ദത്തെടുത്തതായിരിക്കോ നന്ദ എന്നൊക്കെ കൂടുതൽ ആലോചിക്കുകയാണ് നമ്മുടെ ഗൗതം. പക്ഷേ എന്നാലും എനിക്കൊരു കാര്യം മനസ്സിലായി നന്ദ, ഞാൻ നിന്നെ ജീവനതുല്യ സ്നേഹിച്ചു. പക്ഷേ നീ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങിപ്പോയല്ലേ. ഇപ്പം നിൻ്റെ മനസ്സിൽ ഈ ഗൗതം ഇല്ലെന്ന് എനിക്ക് മനസ്സിലായി നന്ദ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴേ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ പിങ്കി വിളിക്കുക. അപ്പോൾ പിങ്കി വിളിച്ച് കഴിഞ്ഞപ്പോഴേക്ക് ഫോൺ കട്ടാക്കുകയാണ്. പിങ്കിക്ക് അത് അതിലേറെ ടെൻഷനായി. ഇതെന്താ ഗൗതം ഫോൺ കട്ടാക്കുന്നത്? ഞാൻ ടെൻഷൻ അടിച്ചിരിക്കുകയാണെന്ന് അറിയില്ലേ ഗൗതത്തിന്? പിന്നെന്താ ഗൗതം ഫോൺ കട്ടാക്കുന്നത്? വീണ്ടും പിങ്കി വിളിക്കുകയാണ്. നമ്മുടെ ഗൗതം എടുക്കുകയോ ഇല്ലെന്നൊക്കെ ഇനി അറിയാം. അപ്പോൾ അതോടുകൂടി തന്നെ ഇന്നത്തെ എപ്പിസോഡോട് അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ അടുത്ത എപ്പിസോഡിന് വേണ്ടി കാത്തിരിക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിച്ചു. നമസ്കാരം. താങ്ക് യു. സീ യു. ബൈ.